നീ എവിടെ ഉള്ളടാ? അതിൽ ടിൻചേട്ടന്റെ മകനാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അതിന്റെ എല്ലാം മ്യൂസിക് ഉണ്ട്. എന്ത് സംഭവിച്ചാലും നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. പൊളി. അല്ല പടക്കം പൊട്ടിക്കല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിഷയം. നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന്. പക്ഷെ നമ്മൾ തമ്മിൽ 3 പേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. എന്താ? ഇപ്പൊ ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇടുന്നത് ഷോർട്സ് ആണെങ്കിലും ബിക്കിനി ആണെങ്കിലും അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നില്ലല്ലോ. അത് യു ഡു ഇറ്റ്. പക്ഷെ ഞാൻ പോയ ഒരാളെ വെറുതെ തല്ലുകയാണെങ്കിലോ തെറി വിളിക്കുകയാണോ അത് അവരെ ഹേർട്ട് ചെയ്യും. ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പൊ നിങ്ങളൊക്കെ യുവർ ഓൾ ലിവിംഗ് യുവർ ലൈഫ്. കുറച്ച് തെറി കേൾക്കും. സോ വാട്ട്? അതേ ഉള്ളൂ ചേച്ചി, തെറി മാത്രം. എൻജോയ് ഇറ്റ്, എൻജോയ് ഇറ്റ്. അതൊക്കെ ഒരു കുറച്ച് ചെറിയാണ് പക്ഷെ വെൻസെടുത്ത് ചെറിയുടെ ഒക്കെ ഒരു പവറേ. നമ്മളൊരു 70 വയസ്സാകുമ്പോൾ ആയിട്ടില്ലെങ്കിലും ഒരു 70 വയസ്സാകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഛേ എന്തൊക്കെ ചെയ്യായിരുന്നു. ആ 70 വയസ്സിൽ തിരിഞ്ഞു നോക്കി, ഛേ ഞാനതൊന്നും ചെയ്തില്ല. ബിക്കോസ് ആ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം ഈ സൊസൈറ്റി എന്ത് പറയുമെന്നൊരു ചിന്തയാണ്. ശരിക്കും ആരും നോബഡി കെയർസ് അബൌട്ട് യു. ഈ വർഷത്തെ മികച്ച സെലിബ്രിറ്റി ഇന്റർവ്യൂ. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു നാഴികക്കല്ല് പിന്നീടും നമ്മുടെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ട് എന്നുള്ളത്. നിസ്സംശയം പറയാം, എൻ്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്.